ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ജൂലൈ തൊട്ടിട്ട് ഡിസംബർ വരെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണത് അതാണ് നമ്മൾ നോക്കുക. മേജർ ഇവൻറ്റ്സ് എന്തായിരിക്കും അതാണ് നമ്മൾ ഇവിടെ നോക്കണേ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഈ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്യാൻസർ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു കുറെ പോസിറ്റീവ് ടേൺ ഓഫ് ഇവന്റ്സിന്റെ എനർജിയാണ്. എന്തോ ചേഞ്ച് ആവുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു വലിയ ചേഞ്ച് ആണ് ഇത്. പക്ഷെ ഇത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആവില്ല, ഇത് ഒരു സ്ലോ ചേഞ്ച് ആണ്, ഒരു സ്ലോ പ്രോസസ് ആണ്. പക്ഷെ ഈ ചേഞ്ച് വരാൻ ഓൾറെഡി നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. ജൂലൈ തൊട്ടിട്ട് ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ജൂലൈ ടു ഡിസംബർ നിങ്ങളുടെ ലൈഫിൽ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്, കുറെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ട്, ഒരു ഗുഡ് ലക്ക്, ഗുഡ് മെസ്സേജസിന്റെ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. സമയം നിങ്ങളുടെ ഫേവറിലാണ് ഇപ്പോൾ ടേൺ ചെയ്യണത്. ഇവിടെ ഡെത്ത് ഉണ്ട്, സ്കോർപിയോ എനർജി. ഇതൊരു ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ്. ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ എനർജിയിൽ ഒരു ചേഞ്ച് ഉണ്ട്, ഇന്റേർണലി എക്സ്റ്റേർണലി ചേഞ്ചസ് ആവുന്നുണ്ട്. അത് മാത്രമല്ല, എന്തോ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഈ 6 മന്ത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഒരു സിഗ്നിഫിക്കൻറ്റ് സമയമാവും. ഹെർമിറ്റ് എനർജിൻ്റെ ഇവിടെ വെർഗോ എനർജി. ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ഓവർവെൽം ആവണ ചാൻസസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ ഒരുമിച്ചാവുമ്പോൾ കുറച്ചൊരു നമ്മൾ നെർവസ് ആവും. ഈ ചേഞ്ചസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും സമയം വേണം. അപ്പോൾ ആ സമയം നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലായിരിക്കും നിങ്ങൾ. കുറച്ചൊരു സമയം നിങ്ങൾക്ക് തനിച്ച് എല്ലാം ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനത്തെ ഒരു എനർജിയാണ്, ഒരു റെക്ലൂസീവ് എനർജിയാണ്. പക്ഷെ ഇത് സ്റ്റഡീസിന് വേണ്ടിയിട്ട് നല്ല സമയമാണ്, റീസെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയമാണ്. അത്ര സോഷ്യലൈസിങ് മേ ബി ഉണ്ടാവില്ല, പക്ഷെ അത് നിങ്ങളുടെ ചോയ്സ് ആയിട്ടാണ്. ഇങ്ങനെ ഫോഴ്സ്ഡ് ഐസൊലേഷൻ അല്ല ഇത്. അപ്പൊ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ വീൽ ഓഫ് ഫോർച്യൂൺ, സിക്സ് ഓഫ് സോർഡ്സ്, ഹയറോഫാന്റ് ആൻഡ് പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ കാമോ വാട്ടേഴ്സിന്റെ ഡിറക്ഷനിലാണ് പോണത്. എന്തോ ഡിഫിക്കൽട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അത് വിട്ടിട്ട് നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡിറക്ഷനിലേക്കാണ് പോണത്. എസ്പെഷ്യലി ഫാമിലിയുടെ കണക്ഷനിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ, ഇല്ല മാരേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ ആ ഡിഫിക്കൽട്ട് സമയം വിട്ടിട്ട് മുമ്പോട്ടാണ് പോണത്. പേജ് ഓഫ് സോർഡ്സ് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, ഒരു കുട്ടിയുടെ എനർജിയാണ്. മേ ബി നിങ്ങളുടെ കുട്ടികളുണ്ടായിരുന്നു വെച്ചാൽ, കുട്ടികളുണ്ട് വെച്ചാൽ ആ എനർജിയും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ എനർജി. പക്ഷെ ഇവിടെ ഒരു 6 ഓഫ് പെന്റിക്കിൾസ് എനർജി ഉണ്ട്, ഒരു ഹെൽപ്പിന്റെ എനർജിയാണ് അത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഹെൽപ്പ് വേണം. നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് സ്ട്രെയിൻ ആയി, ഇല്ല വെച്ചാൽ ഫാമിലിയുടെ കൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ ആരോ ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വരും. ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സൊല്യൂഷൻസ് കിട്ടാൻ തുടങ്ങും. എങ്ങനെയാ ഇതിന്റെ കൂടെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെ സിറ്റുവേഷനിൽ ഡീൽ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യും. ഇല്ല വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും. നിങ്ങളുടെ മാരേജ് ഓർ പാർട്ട്ണർഷിപ്പിൽ ഞാനൊരു ഇംബാലൻസ് ആണ് കാണുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ എന്തോ ഒരു ന്യൂസ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഇതൊരു ഗോസിപ്പ് ആയിരിക്കാം, വേറെ ആൾക്കാർ എന്തോ പറയുമ്പോൾ നിങ്ങൾ കേട്ട ന്യൂസ് ആയിരിക്കാം. പക്ഷേ ഇത് ഒരു അഫെയറിന്റെ ന്യൂസും ആവാം. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ആവണം എന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെച്ചാൽ എന്തോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അത് അഫെയർ തന്നെ ആവണം എന്നില്ല, എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെത്ത്, അതുകൊണ്ടാണ് എന്തോ എൻഡ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്. അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ എൻഡിങ് ആൻഡ് പുതിയ ബിഗിനിങ് എന്താണ്?
അഗൈൻ വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം ശരിയായ സമയത്ത് കാര്യങ്ങൾ റിവീൽ ആവാൻ പോകുന്നുണ്ട്, വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ പുതിയ ബിഗിനിങ് കുറെ പോസിറ്റിവിറ്റിയാണ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ. ഈ സമയം മാത്രം നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ച് വരുമ്പോൾ ലൈഫിൽ എപ്പോഴും അത് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. ആർക്കും ചേഞ്ച് വരണത് ഇഷ്ടമല്ല. പക്ഷെ ഈ ചേഞ്ച് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നന്ദിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറെ അബണ്ടൻസ് കൊണ്ടുവരണ ചേഞ്ച് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി കുറെ ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഈ സമയം, ഈ ട്രാൻസ്ഫോർമേഷന്റെ സമയം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം, അൺകംഫർട്ടബിൾ ആയിരിക്കാം. പക്ഷെ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഇന്നർ സ്ട്രെങ്ത് വെക്കുക ആൻഡ് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹേർമിറ്റ്, ഇവിടെ ഹേർമിറ്റ് എനർജി എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട എനർജിയിലാണ് ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജി. നിങ്ങൾ എന്തോ ഒരു ഒരു സിറ്റുവേഷനിൽ ഹീലാണ് ചെയ്യണത്. അപ്പോൾ അഗൈൻ നിങ്ങളുടെ മാരേജിൽ, ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ, കുട്ടികളുടെ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ, അതിനൊക്കെ നിങ്ങൾ ഹീൽ ആണ് ചെയ്യണത്. കിങ് ഓഫ് സ്വോർഡ്സ് ഉണ്ട് ഇവിടെ, ഒരു പ്രൊഫഷണലുടെ എനർജിയാണ്. ചില കേസസ് ഇത് ലോയറുടെ എനർജിയാണ്. ഇല്ലാച്ച ഒരു പ്രൊഫഷണൽ പേഴ്സൺ, അവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വരും. വർക്ക് വൈസ് നിങ്ങൾക്ക് കുറെ ഫെയിം, പോപ്പുലാരിറ്റി കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഹേർമിറ്റ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ വർക്കിന് വേണ്ടിയിട്ട് കുറച്ചൊരു റെക്ലൂസീവ് എനർജിയിലായി പോയി, ഇല്ലാച്ച റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സമയം ടൈം ഓഫ് എടുത്ത് യുനോ പഠിപ്പിൽ കുറെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തു വെച്ചാൽ അതിൽ കുറെ സക്സസ് കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ ഏത് കാര്യത്തിലാ പഠിപ്പില്ല വെച്ചാൽ ആ ഏരിയ ഓഫ് മാസ്റ്ററി, നിങ്ങൾ ഏത് കാര്യത്തിലാണ് മാസ്റ്റർ ചെയ്ത വെച്ചാൽ ആ ഏരിയയിൽ കുറെ സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫിനാൻഷ്യലി ആൻഡ് വർക്ക് വൈസും ഇത് നല്ല സമയമാണ്. അപ്പോൾ ഔട്ട്കം എന്തായിരിക്കും നിങ്ങളുടെ 6 monthsന്റെ ഔട്ട്കം? ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആണ്. ഒരു ടോറസ് പേഴ്സന്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ ഒരു ടോറസ് ആവാം. വർക്ക് വൈസ് കുറെ സക്സസ്ഫുൾ ടൈമാണ്, കുറെ ബിസി ടൈമാണ്. നിങ്ങൾ കുറെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വർക്കിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യണത്. ആൻഡ് ആദ്യം ഇവിടെ ഡെത്ത് ഉണ്ട്. അപ്പോൾ വലിയ ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ വർക്ക് ലൈഫിലും റിലേഷൻഷിപ്പിലും. 5 of Wands കുറച്ചൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനും വഴിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി അതായിരിക്കും ആ ചാലഞ്ചിങ് സമയം, കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയം. പക്ഷെ ഈ ബാഗേജ് ഒക്കെ എൻഡ് ചെയ്യാൻ പോകും. ഈ 6 months നിങ്ങൾക്ക് എന്തോ ക്ലോഷർ കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിരുന്നു. അഗൈൻ ഈ 5 of Wands ഫാമിലിയുടെ ഉള്ളിൽ ഫൈറ്റിന്റെ എനർജി ആയിരിക്കാം, ഇല്ലാച്ച കോമ്പറ്റീഷൻ ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, ഇല്ലാച്ച പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്ക് ഫൈറ്റ് ആയിരിക്കാം. അപ്പൊ എന്താണ് വെച്ചാലും ഇത് എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് 6 months കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഒരു പുതിയ എനർജിയാണ് ഞാൻ കാണുന്നത്. ഇൻഫാക്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു പുതിയ എനർജി കൊണ്ടാണ് മുമ്പോട്ട് പോണത്. അപ്പോൾ ക്യാൻസർ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഒക്കെ ഞാൻ കാണുന്നത് അക്വേറിയസ് ഉണ്ട്, സാജിറ്റേറിയസ്, സ്കോർപിയോ, വെർഗോ ആൻഡ് ലിയോ. അപ്പൊ ഇതാണ് മേജർ, ആൻഡ് ടോറസ് സൈനും ഉണ്ട്. അപ്പൊ ഇതാണ് മേജർ സൈൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഇവിടെ ഞാനൊരു എക്സ്ട്രാ കാർഡ് എടുത്തു, വേൾഡ് കാർഡ്. അപ്പോൾ അഗൈൻ ഇതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചിന്റെ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് 6 months കുറെ ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്നുണ്ട്. എന്തോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്, ഒരു എൻഡിങ് ആൻഡ് പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തണ മാതിരി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.